ശ്രീ സോണിയയ്ക്ക് കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സോണിയയ്ക്ക്, മിതമായ നിരക്കിൽ മികച്ച പഠനം, ഇതാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വയറ്റത്തടിക്കുന്ന നടപടിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും ഒരു ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമേ തന്നെ പറയട്ടെ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു സംവിധാനം, അതായത് KSRTC മുഖാന്തരം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന സംവിധാനത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങളിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തില്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം CATന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണയുണ്ടായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾ ഈ ഒരു ആവശ്യമായി ഉന്നയിച്ചിട്ടില്ല. അതായത് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങരുത് എന്നുള്ള ആശയം ഞങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങട്ടെ, അത് സ്വാഗതാർഹം തന്നെ. പക്ഷെ അത് മറ്റുള്ള ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ദോഷകരമായ രീതിയിൽ ഉണ്ടാകരുത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. മാത്രമല്ല, അതിൻ്റെ അകത്ത് സ്വാഗതാർഹമായ മറ്റൊരു കാര്യം, അതിൻ്റെ അകത്ത് പ്രത്യേകം നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, SC ST വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ഡ്രൈവിംഗ് സൗജന്യമായിട്ട് ഡ്രൈവിംഗ് പരിശീലനം അവിടെ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറെ സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ ഫീസിന്റെ കാര്യമാണ് ഞങ്ങൾക്ക് മറ്റൊന്ന് പറയാനുള്ളത്. ഫീസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രൗണ്ടിന് വാടക കൊടുക്കണം, അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിന് വാടക കൊടുക്കണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട്, ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ബാധ്യതയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു അഭ്യർത്ഥനയുള്ളത്, ഞങ്ങൾക്ക് മിതമായ രീതിയിൽ ഒരു ഫീസും കൂടെ ഗവൺമെന്റ് ഏകീകരിച്ച് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ സർക്കാർ മേഖലയിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കാണാം, സ്വകാര്യ മേഖലയിൽ എത്രയോ നല്ല രീതിയിൽ നടത്തിപ്പോകുന്ന സ്കൂളുകൾ കാണാം, കോളേജുകൾ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങളെ അത് അങ്ങനെ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മികച്ച നിലവാരം ഉള്ളതായിരിക്കണം. അത് കൂടാതെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ്, നേരത്തെ കാപ്പൻ സാർ പറഞ്ഞു, കൈ തെളിയിച്ചിട്ട് അങ്ങനെ വിടരുത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേരളത്തില് ആകമാനം ഏകീകൃത ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം വരികയും ഒരു സിലബസ് ഉണ്ടാക്കുകയും വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കൈ തെളിയിച്ച് വിടരുതെന്ന് പറയുന്നത് പൊതുവെ സ്വകാര്യ സ്കൂൾ ഡ്രൈവിംഗ് മേഖലയെ ബാധിക്കുന്ന ഒരു, അല്ലെങ്കിൽ അത് പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ചെറിയ പഠനം മാത്രമേ ലഭിക്കുന്നുള്ളൂ, ലൈസൻസിന് വേണ്ടി മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ്. അത് പണ്ട് മുതലേ നിൽക്കുന്ന ഒരു ആക്ഷേപമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇവിടെ മിതമായ നിരക്കിലാണ് പഠനം നടത്തുന്നത് സർക്കാർ പറയുന്നു. പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ ഒരു നിരക്ക് എങ്ങനെയാണ്, കാറിനും ബൈക്കിനും ഒക്കെ? ഇപ്പൊ നിലവില് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ മാത്രം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് ഏകദേശം ഒരു 10,000 രൂപ അടുത്താണ് ഞങ്ങൾ മേടിക്കുന്നത്. അത് കേരളത്തില് പല ഏരിയയിലും വ്യത്യസ്തമായ രീതിയാണുള്ളത്. അപ്പൊ ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്, ഒരു ഏകീകൃത ഫീസ് ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾക്ക് നിലവിലാക്കി തരണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അപ്പൊ നിലവിൽ ചില സ്ഥലങ്ങളിൽ 10,000 രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട്, 12,000 രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട്, 14,000 15,000 മേടിക്കുന്ന സ്ഥലമുണ്ട്. അത് മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഇതിന്റെ റേറ്റ് പല രീതിയിൽ കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത്. ഇപ്പോ 2 വീലറിന്റെ ലൈസൻസിനാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 7,000 രൂപയോളം വരുന്നുണ്ട്. 2 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും പോരാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായവും. അത് വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത റേറ്റ് ആണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിലുള്ളത്. ശരി.